സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. മഴക്കാല രോഗങ്ങളിലും ഇനി ജാഗ്രത വേണം. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് സംസ്ഥാനത്ത് മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊതുക് കടിക്കുന്നതിലൂടെ പടരുന്ന ഒരു വൈറസാണ് വെസ്റ്റ് നൈൽ. ക്യൂലെസ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ് വൈറസ് പരത്തുന്നത്. വൈറസ് ബാധിച്ച മിക്ക ആളുകൾക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാകില്ലെങ്കിലും 5-ൽ-1 പനി, തടിപ്പ്, പേശിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണപ്പെടും. അപൂർവമായി വെസ്റ്റ് നൈൽ തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ഗുരുതരമായ വീക്കമുണ്ടാക്കും. വെസ്റ്റ് നൈൽ ഒരു ആർബോ വൈറസ് അല്ലെങ്കിൽ ആർത്രോപോഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു വൈറസാണ്. ഇത് ഫ്ലാവി വൈറസ് ജനുസിലെ ഒരു RNA വൈറസാണ്. സമാനമായ വൈറസുകൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, സിക്ക എന്നിവയ്ക്കും കാരണമാകുന്നുണ്ട്. ശരിയായ ചികിത്സയോ വാക്സിനോ വെസ്റ്റ് നൈൽ പനിക്കില്ല. കൊതുക് കടി ഏൽക്കാതിരിക്കുകയാണ് പ്രതിരോധ മാർഗം. സ്വയം ചികിത്സ രോഗത്തെ സങ്കീർണമാക്കും. വൈറസ് ബാധിച്ച കൊതുകുകളിൽ നിന്നാണ് വെസ്റ്റ് നൈൽ വൈറസ് പടരുന്നത്. സാധാരണയായി അവയ്ക്ക് വൈറസ് ബാധിക്കുന്നത് രോഗബാധയുള്ള പക്ഷിയെ കടിക്കുന്നതിലൂടെയാണ്. എന്നാൽ മനുഷ്യർക്ക് പക്ഷികളിൽ നിന്ന് നേരിട്ട് പകരുമെന്നതിന് നിലവിൽ തെളിവുകളൊന്നുമില്ല. കൊതുകിനുള്ളിൽ വൈറസ് പെരുകുകയും അത് മനുഷ്യരെ കടിക്കുമ്പോൾ പകരുകയും ചെയ്യുന്നു. സാധാരണയായി കൊതുക് കടിച്ചതിന് ശേഷം 2 മുതൽ 6 ദിവസം വരെയാണ് ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. 1937 ഉഗാണ്ടയിലാണ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ എന്ന പ്രദേശത്താണ് രോഗം ആദ്യം കണ്ടെത്തുന്നത്. അതിനാലാണ് ആ പേരിൽ തന്നെ രോഗം അറിയപ്പെടുന്നത്. 2011 ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.